ഗ്ലോറി ടു ഗോഡ്. ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെ ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി, വലിയ ദൈവനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അജിബ്രതാണ്. UK നിന്ന് തൻ്റെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് തൻ്റെ മൂത്ത മകൾക്കായിട്ടാണ്. തൻ്റെ മൂത്ത മകൾക്ക് മെഡിസിൻ അഡ്മിഷൻ ലഭിക്കേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. ദൈവം ഒരു വലിയ വിടുതൽ ഈ കുടുംബത്തിൽ അയക്കേണ്ടതിനായിട്ട് ദൈവം കൂടുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിൽ ദൈവം ആ മകൾക്ക് അത്ഭുത വഴിയെ തുറക്കുന്നതിനായി നന്ദി പറയുകയാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് തൻ്റെ ഇളയ മകന് ഇപ്പോൾ 10th ഏറ്റവും നല്ലതുപോലെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കേണ്ടതിനായിട്ടും മൂന്നാമത്തെ പ്രാർത്ഥന വിഷയം തൻ്റെ വൈഫ് JSS എന്ന പുതിയ സ്ഥലത്ത് ജോലി വേഗത്തിൽ ലഭിക്കേണ്ടതിനായിട്ട് അതിൻ്റെ വഴി വേഗത്തിൽ ദൈവം തുറക്കേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. നാലാമത്തത് അജിബ്രൻ്റെ ജോലിയിലും അതിൻ്റെ എല്ലാ മേഖലയിലും ദൈവം കാക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ടതിനായിട്ടും തൻ്റെ കൈയുടെ ആ പെയിനും ഭാരവും പൂർണ്ണമായി മാറി അത്ഭുത സൗഖ്യത്തിലേക്ക് വരേണ്ടതിനായിട്ടും അഞ്ചാമത്തെ പ്രാർത്ഥന വിഷയം ഇവരെ പൂർണ്ണമായി ഈ 4 പേരെ ദൈവം ഉപയോഗിക്കേണ്ടതിനായിട്ട് ദൈവത്തിൻ്റെ വലിയ കരം ഇവർ കാണേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ നിങ്ങളും പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. ദൈവത്തിൻ്റെ വലിയ ഫേവർ കാണുവാനായിട്ട്, ദൈവത്തിൻ്റെ വലിയ കരം കാണുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കണ്ണുകളും അടയ്ക്കാം, പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് അജിബ്രദനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിൻ്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തിയെങ്കിൽ ഞങ്ങൾ വിശ്വാസത്തോടു കൂടെ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളും ഞങ്ങൾ ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ മൂത്ത മകൾക്ക് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട കോളേജിൽ അഡ്മിഷൻ ലഭിക്കുന്നതിനായി സ്തോത്രം. ദൈവം ഏറ്റവും നല്ലതുപോലെ അത് ചെയ്യുന്നതിനായി നന്ദി. ചന്തവും ഉചിതവുമായി ചെയ്യുന്ന പരിശുദ്ധാത്മാവിൻ്റെ കയ്യിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. കർത്താവെ, വാക്ക് മാറാത്ത ദൈവമേ, പ്രവർത്തിക്കുന്നവനെ അങ്ങ് അത്ഭുതം ചെയ്യുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവെ, അതേപോലെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി ഇളയ മകൻ്റെ വെളിയിൽ വെളിപ്പെട്ട് വരണം. അവൻ്റെ വിദ്യാഭ്യാസം ഏറ്റവും നല്ലതുപോലെ മുമ്പോട്ട് പോകേണ്ടതിനായിട്ടും ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ JSSനായി പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ വഴി സ്വർഗത്തിലെ ദൈവം പുതിയ ജോലിയിൽ തുറക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ അതേപോലെ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നപ്പോൾ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഇപ്പോൾ തന്നെ ഹല്ലേലൂയ കർത്താവെ അജിബ്രദൻ്റെ ജോലിയിൽ തൻ്റെ ശാരീരികമായ മേഖലയിൽ എല്ലാം വെളിപ്പെടുകയാണ്. അത്ഭുതകരമായ സൗഖ്യം, അത്ഭുതകരമായ ഫേവറുകൾ താൻ ഉയർച്ച പ്രാപിക്കാൻ പോകുന്നതിനായി നന്ദി. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ കുടുംബത്തെ ഞങ്ങളുടെ കരത്തിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, സുവിശേഷത്തിൻ്റെ അത്ഭുതകരമായ വഴിയായി ഇവർ തീരണമേ അപ്പ. ഇവരെ ആ ദേശത്തിൽ ഉപയോഗിക്കണമേ അപ്പ. കർത്താവിൻ്റെ കരങ്ങൾക്ക് ഹല്ലേലൂയ ഇണങ്ങിയ പാത്രമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു പാത്രമായി കർത്താവെ കുടുംബത്തെ അങ്ങ് തീർക്കണമേ അപ്പ. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമേ അപ്പ. കർത്താവ് അത് ചെയ്യുന്നതിനായി നന്ദി. യേശുവേ, അങ്ങയുടെ തിരുക്കരത്തിലോട്ട് ഞാൻ ഏൽപ്പിക്കുന്നു. അത്ഭുതം ചെയ്യണം, അതിശയം ചെയ്യണം അപ്പ. കർത്താവ് അത് ചെയ്തതിനായി നന്ദി. ആമേൻ, ആമേൻ, ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. നല്ലൊരു ഇരിപ്പിടം ഉറപ്പാക്കി പ്രാർത്ഥനയോടുകൂടെ കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്ന ഏവർക്കും മാറ്റം കൊണ്ടുവരുന്നതുമായ തമ്പുരാൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി, വലിയ ദൈവനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായിട്ട് ഈ എപ്പിസോഡ് എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല, ദൈവത്തിൻ്റെ കൃപയാണ്. കഴിഞ്ഞ 2012 മുതൽ ഇത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഈ എപ്പിസോഡുകൾ നടത്തുന്ന ദൈവത്തിൻ്റെ വലിയ കരത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇന്ന് ഈ എപ്പിസോഡ് ശ്രദ്ധിക്കുന്ന ഓരോ ദൈവങ്ങളും ഏത് മീഡിയ മാർഗത്തിലാണോ നിങ്ങൾ ശ്രദ്ധിക്കുന്നത്, നിങ്ങളുടെ ചാനൽ മാറ്റാതെ പ്രാർത്ഥനയോടുകൂടെ എന്നെ ശ്രദ്ധിക്കുമെങ്കിൽ അതൊരു വലിയ വിടുതലായിത്തീരും. കാരണം വചനമാണ് നമ്മുടെ ജീവിതത്തിനകത്ത് പ്രവർത്തിക്കുന്നത്, വചനമാണ് നമ്മെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്, വചനമാണ് നമ്മെ രൂപാന്തരപ്പെടുത്തുന്നത്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ വാക്യം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ആദി മുതലുള്ളതും ഇന്നും മാറാത്തതുമായ ദൈവത്തിൻ്റെ വചനം ദൈവമായി നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ട് വരുമ്പോൾ ഹല്ലേലൂയ, ബൈബിളിൽ കൃപാവരങ്ങളുണ്ട്. ഹല്ലേലൂയ, കൃപാവരങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. കാരണം ആകാശം മാറിയാലും ഭൂമി മാറിയാലും ഈ വചനത്തിൻ്റെ വള്ളിക്കും പുള്ളിക്കും മാറ്റം വരാത്തത് കൊണ്ട് ഏറ്റവും വലിയ പ്രവചന ശബ്ദം ദൈവത്തിൻ്റെ വചനമാണ്. ഈ വചനം നമ്മോട് സംസാരിക്കും, വചനം നമ്മെ വഴി നടത്തുന്നതാണ്. ഈ ഹല്ലേലൂയ, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, കൃപാവരങ്ങൾ വെളിപ്പെടുന്ന ഒത്തിരി മേഖലകളുണ്ട്. എന്നാൽ കൃപാവരത്തിൽ ശുശ്രൂഷിക്കുന്ന ആളാണ് ഞാൻ. എന്നാൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം,
വചനം ഒരാളുടെ മേളിൽ വെളിപ്പെട്ടാൽ വചനം ദൈവമാണ്. ഈ വചനത്തിന് മാറാൻ പറ്റത്തില്ല. അതിൻ്റെ ഇഷ്ടം തികച്ചിട്ട് അതിൻ്റെ കാര്യം സാധിപ്പിച്ചിട്ട് മാത്രമേ വചനം മാറത്തുള്ളൂ. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ 107-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കുകയും അവരുടെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വചനമയച്ച് സൗഖ്യമാക്കുന്നവൻ, കുഴിയിൽ നിന്ന് കരകയറ്റുന്നവൻ, അവൻ്റെ അത്ഭുത കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുകയാണ്. പ്രാർത്ഥനയോടുകൂടെ എന്നെ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ഇന്നത്തെ ഈ വചനം ടോർച്ചടിക്കുന്നത് പോലെ 119-ാം സങ്കീർത്തനം 105-ാമത്തെ വാക്യം പറയുന്നു, എൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. വചനം നമ്മുടെ പാതകളെ നേരെയാക്കുന്നതാണ്. ആ വചനം നമുക്ക് മുമ്പോട്ടുള്ള വഴി തുറന്നു വരുന്നതാണ്. വ്യക്തതയില്ലാതെ നാളെ എന്താകുമെന്ന് അറിഞ്ഞ് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളോടുള്ള ദൂതാണ് ഇന്ന് നിങ്ങൾ വ്യക്തമായി കേൾക്കണം. ഇത് നിങ്ങൾക്ക് വ്യക്തത തരുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി നിങ്ങളെ തൊടുമാറാകും. ഹല്ലേലൂയ. അങ്ങനെ ഇന്ന് ഈ വചനം ശ്രദ്ധിക്കുന്ന ചിലരോട് ഞാൻ ആത്മാവിൽ വിളിച്ച് പറയുന്നു, വിശ്വസിക്കുന്നവൻ ലജ്ജിക്കത്തില്ല കേട്ടോ. അല്ലെങ്കിൽ റോമാലേഖനം 10-ാം അധ്യായം 11-ാമത്തെ വാക്യം പറയുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ അവനെ കാത്തിരുന്ന ഒരുവൻ ലജ്ജിച്ചു പോകത്തില്ലെന്ന് 25-ാം സങ്കീർത്തനം പറയുന്നു. ഹല്ലേലൂയ. അവൻ്റെ മുഖത്തേക്ക് നോക്കിയ ഒരാളും ലജ്ജിച്ചു പോകത്തില്ലെന്ന് 34-ാം സങ്കീർത്തനം പറയുന്നു. എങ്കിൽ ഞാൻ വിശ്വസിക്കുകയാണ് ഇന്ന് തകർന്നിരിക്കുന്ന നുറുങ്ങിയിരിക്കുന്ന ചിലവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങളും ഞാനും ആരാണെന്നുള്ളത് ഒരു തിരിച്ചറിവായി. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ, പുത്രനായ യേശുവിൽ വിശ്വസിക്കുന്ന ഒരാളും ഏതെല്ലാം നിലയിൽ നശിക്കുമെന്ന് പറഞ്ഞാലും നീ യേശുവിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ നശിക്കത്തില്ല കേട്ടോ. കർത്താവ് നിൻ്റെ കൂടെയുണ്ട്. കർത്താവ് നിന്നെ സഹായിക്കും. കർത്താവിൻ്റെ കരം നിന്നെ ബലപ്പെടുത്തുന്നതാണ്. നമുക്ക് ഒരുമിച്ചൊന്ന് വിശ്വസിക്കാം പ്രിയരെ. നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. എങ്കിൽ ഇന്നത്തെ ഈ ചിന്തയിലേക്ക് വരുമ്പോൾ വളരെ പ്രാർത്ഥനയോടുകൂടി നിങ്ങളിത് ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കാരണം ഹല്ലേലൂയ, ഇന്ന് വീണ്ടും ജനിച്ചവൻ ലോകത്തെ ജയിക്കുമെന്നുള്ളതാണ്. ഹല്ലേലൂയ. വീണ്ടും ജനിച്ചവൻ്റെ പ്രത്യേകത അവൻ ലോകത്തെ ജയിക്കാനുള്ള വിളിയാണ് അവൻ്റെ വെളിയിൽ കിടക്കുന്നത്. ഹല്ലേലൂയ. പ്രാരംഭ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് 1 യോഹന്നാൻ 4-ാം അധ്യായം 4-ാമത്തെ വാക്യം, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനല്ലോ. നിങ്ങൾ എത്ര പേരുടെ കൂടെ ചേർന്നുണ്ടെന്ന് പറയും, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനല്ലോ. എന്നെ കേൾക്കുന്നവരെ, നാം ദൈവത്തിൽ നിന്ന് ജനിച്ചതെന്നും നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ലോകത്തിലെ എല്ലാ ശക്തികളെയും നമുക്ക് ജയിക്കാൻ പറ്റും. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നാം അനുഭവിക്കുന്ന എല്ലാ കഷ്ടതയും എല്ലാ വിരോധങ്ങളിലും രോഗത്തിൻ്റെ അനുഭവത്തിൽ നിന്നും നമുക്ക് ജയിക്കാൻ കഴിയുമെന്നാണ് ഈ വചനം വ്യക്തമായി വിളിച്ചു പറയുന്നത്. കൊരിന്ത്യർ ലേഖനം വ്യക്തമായി വിളിച്ചു പറയുന്നത്, ക്രിസ്തുയേശു മുഖാന്തരം എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ വചനത്തിൻ്റെ ആഴത്തിനകത്ത് പ്രശ്നമില്ലെന്നല്ല, പ്രതികൂലമില്ലെന്നല്ല, ആ പ്രശ്നത്തിൻ്റെയും പ്രതികൂലത്തിൻ്റെയും നടുവിൽ ജയം തരുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഞാനും നിങ്ങളും സത്യമായി തിരിച്ചറിയുകയാണ്. എന്നെ കേൾക്കുന്നവരെ, ദൈവത്തിൽ ജനിക്കുക എന്നുള്ളത് വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞാൽ, യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യം, നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്നവരെ, യേശു പറയാണ്, എന്നിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകേണ്ടതിന് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുക. ലോകത്തിൽ കഷ്ടമനുഭവിക്കുന്ന പലവിധമായ പ്രശ്നങ്ങളുണ്ട്. 1000 പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ചുറ്റിലുമുണ്ടെങ്കിലും ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എങ്കിലും എന്നുള്ള പദം ഏറ്റെടുത്തുകൊണ്ട് പറയുക. എങ്കിലും ഞാൻ അതിനെ ജയിച്ചിരിക്കുന്നു എന്ന പദം അറിയുക. യേശു അതിനെ ജയിച്ചിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ കൂടെ ജീവിക്കുന്ന വീണ്ടും ജനിച്ച ദൈവവേദൽ തിരിച്ചറിയുക, നീ അതിനെ നിഷ്പ്രയാസം ജയിക്കും. കാരണം പഴയ നിയമത്തിൽ ദാവീദ് വിളിച്ച് പറയുന്ന ഒരു പദമുണ്ട്, എൻ്റെ ദൈവത്താൽ നിശ്ചയമായി ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. എന്നെ ശ്രദ്ധിക്കുന്നവരെ, നിൻ്റെ പ്രശ്നത്തെ ജയിക്കാൻ തക്കവണ്ണം ഒരു ബലം നിൻ്റെ വെളിയിൽ വ്യാപരിക്കുന്നുണ്ട്. വചനം പറയുന്നു, എൻ്റെ ബലഹീനതയിൽ അവൻ്റെ ശക്തി തികഞ്ഞു വരുന്നു. അതേപോലെ തന്നെ അറിയാം, പൗലോസ് അടുത്ത മേഖലയിൽ പറയുകയാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാണ്. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ദൈവത്തിൻ്റെ കരം ഒരാളുടെ മേളിൽ വന്നാൽ, ഏലിയാവിൻ്റെ മേളിൽ ദൈവത്തിൻ്റെ കരം വന്നപ്പോൾ അഹാബിൻ്റെ രഥത്തിന് മുമ്പേ ഓടുവാൻ അവന് ദൈവം ശക്തി നൽകി. ഇന്ന് നിന്നെ തോൽപ്പിക്കുമെന്ന് പറയുന്ന, നിന്നെ പ്രശ്നത്തിലാക്കുമെന്ന് പറയുന്ന എല്ലാ വിഷയത്തെ ജയിക്കാൻ ദൈവത്തിൻ്റെ ശക്തി നിൻ്റെ മേളിലേക്ക് പകരപ്പെടാൻ പോകുക.
പറയുകയാണ്. കാരണം നീ വീണ്ടും ജനിച്ച ദൈവ പൈതലാണ്. ഒരുത്തൻ വീണ്ടും ജനിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിയുക, അവൻ സ്വർഗത്തിൻ്റെ അവകാശിയാണ്. അവൻ്റെ പിതാവ് ദൈവമാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ അവകാശിയായി, അപ്പൻ്റെ മകനായി, അപ്പ പിതാവ് എന്ന് വിളിക്കേണ്ട സ്വപുത്രൻ്റെ ആത്മാവിൻ്റെ ശക്തിയിലാണ് അവൻ ജീവിക്കുന്നത്, മുമ്പോട്ട് നടക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഹല്ലേലൂയ. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ വീണ്ടും ജനനത്തെക്കുറിച്ച് 2 പദങ്ങൾ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. നിക്കോദോമസ് യേശുവിൻ്റെ അടുക്കൽ ഒരു അപ്പോയിൻമെൻ്റ് ആയിട്ട് വന്ന് സംസാരിക്കുമ്പോൾ അതിൻ്റെ 3-ാമത്തെ വാക്യവും 5-ാമത്തെ വാക്യം നിങ്ങൾ വ്യക്തമായി കേൾക്കുക. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതിയതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയില്ല എന്നുത്തരം പറഞ്ഞു. 4-ാമത്തെ വാക്യം, നിക്കോദോമസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. 5-ാമത്തെ വാക്യം, അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. ഈ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വീണ്ടും ജനനത്തെ ആഴമായി വെളിപ്പെടുത്തുന്നതാണ്. ഹല്ലേലൂയ. വീണ്ടും ജനിച്ചില്ലെങ്കിൽ ആദ്യം യേശു പറയാണ്, കാണാൻ കഴിയത്തില്ല. അപ്പോൾ നിക്കോദോമസ് പറയാണ്, വൃദ്ധനായ ഞാൻ എങ്ങനെയാണ് അമ്മയുടെ ഉദരത്തിൽ പോയി വീണ്ടും ജനിക്കുന്നത്? അങ്ങനെ ജനിക്കാൻ കഴിയുമോ? 5-ാമത്തെ വാക്യത്തിൽ യേശു വീണ്ടും ജനനത്തിൻ്റെ ആഴം പറയാണ്, വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കാത്തവന് ദൈവരാജ്യത്തിൽ കടക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഈ 2 വാക്യത്തിൻ്റെ ആഴത്തിനകത്ത് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിനക്ക് ആ രാജ്യത്തെ കാണാൻ പറ്റും. വീണ്ടും ജനിച്ചവന് ദൈവരാജ്യത്തെ കാണാൻ കഴിയും, അതിനകത്ത് എൻട്രി ചെയ്യാൻ പറ്റും. വീണ്ടും ജനിച്ചവൻ ഈ ലോകത്തിനകത്തെ പ്രശ്നങ്ങളിൽ കുരുങ്ങി പോകുന്നവനല്ല. കാരണം അവൻ ദൈവരാജ്യത്തിൽ ജനിക്കപ്പെട്ടവനാണ്, ദൈവരാജ്യത്തിൻ്റെ ശക്തി അറിയുന്നവനാണ്, ദൈവരാജ്യത്തിൻ്റെ കരുതലിൽ ജീവിക്കപ്പെടുന്നവനാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വീണ്ടും ജനിച്ച ഒരു ദൈവവൈതൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഇപ്പോൾ വിശ്വസിച്ചുകൊണ്ട് പറയണം, കർത്താവേ, ഞാൻ ഇരുട്ടിലല്ല ജീവിക്കുന്നത്, ഞാൻ വെളിച്ചത്തിലാണ് ജീവിക്കുന്നത്. ഈ വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത് എങ്ങനെയെന്ന് ഒത്തിരി പേർ ചോദിക്കുന്നുണ്ടാകാം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. 13-ാമത്തെ വാക്യം, അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഈ 2 വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. 13-ാമത്തെ വാക്യം പറയുന്നു, അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, അവർ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു. കൊരിന്ത്യർ ലേഖനം വ്യക്തമായി പറയാണ്, 2 കൊരിന്ത്യർ 5:17, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് മുഴുവൻ കഴിഞ്ഞു പോയിരിക്കുന്ന സകലതും പുതിയതായി തീർന്നിരിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എത്രാമത്തെ വയസ്സിലാണ് ഈ സന്ദേശം കേൾക്കുന്നത്? നിങ്ങൾ ഒരുമിച്ചൊന്ന് പറഞ്ഞാട്ടെ, ഞാൻ വീണ്ടും ജനിക്കുക. വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ ക്രിസ്തുവിനെ ഹല്ലേലൂയ ഹൃദയത്തിലേക്ക് വിശ്വസിക്കുകയും വാഗൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുകയാണ്. വാഗൊണ്ട് ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നത് രക്ഷയുടെ ആദ്യപടിയാണെങ്കിൽ അടുത്തത് വിശ്വാസ സ്നാനമാണ്. മാർക്കോസിന്റെ സുവിശേഷം 16:16 പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയ നിയമത്തിലെ വിശ്വാസികൾ ഹല്ലേലൂയ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുമ്പോഴാണ് വീണ്ടും ജനനം സംഭവിക്കുന്നത്. ആ വീണ്ടും ജനിക്കുന്ന ആ സമയം മുതൽ അവൻ ദൈവരാജ്യത്തിന്റെ അവകാശിയായി തീരുകയാണ്. ആ ദൈവരാജ്യത്തിൽ അവന് വളരുവാൻ കഴിയും. ക്രിസ്തുവിന്റെ തലയോളം വളരുവാനുള്ള വിളിയാണ് നിങ്ങളുടെ മേലിൽ കിടക്കുന്നത്. ഈ രാജ്യത്തിന്റെ പ്രത്യേകത ഞാൻ ഒന്ന് തൊട്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കൊലോസ്യ ലേഖനം വ്യക്തമായി വിളിച്ചു പറയുന്നു. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 12-13 വാക്യങ്ങൾ, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിനെ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഈ വചനത്തിൻ്റെ ആഴം നിങ്ങൾക്ക് മനസ്സിലാകുന്നു. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിൻ്റെ അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ ആക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. ഇപ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവവൈതൽ പുത്രൻ്റെ രാജ്യത്തിലാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് രക്ഷയുടെ വലിയ പ്രാധാന്യം നിങ്ങൾ തിരിച്ചറിയുക. വെളിപ്പാട് പുസ്തകം 3:20-21 വാക്യങ്ങളിൽ പറയുകയാണ്, ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നാൽ ഞാൻ അകത്തു വരികയും ഞാൻ അവനോടുകൂടെ അത്താഴം കഴിക്കുകയും ചെയ്യും. അടുത്ത 21-ാമത്തെ വാക്യം, ജയിക്കുന്നവന് എൻ്റെ സിംഹാസനം ഞാൻ കൊടുക്കും, എൻ്റെ കൂടെ ഇരിക്കാൻ ഞാൻ അവന് വരം നൽകിയിരിക്കുകയാണ്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടാൽ ദൈവപുത്രൻ്റെ രാജ്യത്തിൽ
രാജ്യത്തിൽ ഇരുത്തപ്പെടുവാൻ നിങ്ങൾക്ക് അവകാശം വെളിപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ ജയിച്ച ജയം നിങ്ങളുടെ മേളിൽ വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് ഈ എപ്പിസോഡ് ശ്രദ്ധിക്കുമ്പോൾ വീണ്ടും ജനിക്കാത്ത ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അറിയുക, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാവുകൊണ്ട് ഏറ്റുപറയുകയും ചെയ്തുകൊണ്ട് രക്ഷയെ സ്വീകരിക്കാൻ തയ്യാറാകുക. കർത്താവിൻ്റെ വലിയ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. ദൈവരാജ്യം എന്താണെന്ന് കൂടെ ഒന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്നവരെ, റോമാലേഖനം 14-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അത്രേ. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ദൈവരാജ്യത്തിനകത്തുള്ള ഏറ്റവും വലിയ വലിപ്പമെന്ന് പറയുന്നത് അവിടെ ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള സന്തോഷവും അത്രേ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വ്യക്തിപരമായി നിങ്ങൾ ഈ വചനത്തെ ശോധന ചെയ്യണം. അറിവ്, ഞാൻ രക്ഷിക്കപ്പെട്ട ദൈവവൈതനാണെങ്കിൽ എനിക്ക് വേണ്ടി ദൈവം നീതി നടപ്പാക്കും. എൻ്റെ ജീവിതത്തിനകത്ത് സമാധാനം വെളിപ്പെട്ടു വരും. അസ്വസ്ഥതകൾ, നിരാശകൾ, രോഗം, പ്രശ്നങ്ങളൊന്നുമല്ല നീ അനുഭവിക്കാൻ പോകുന്നത്. നീ അനുഭവിക്കുന്നത് നിത്യജീവനാണ്. ഹല്ലേലൂയ. നീ അനുഭവിക്കുന്നത് മഹാസന്തോഷമാണ്. കാരണം നിൻ്റെ വെളിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വെളിപ്പെടുകയാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള സന്തോഷം. ഹല്ലേലൂയ. ദൈവരാജ്യത്തിനകത്ത് കയറുന്ന ഒരു വ്യക്തിയുടെ 3 അവകാശങ്ങൾ തിരിച്ചറിയുക: ദൈവിക നീതി, 2 സമാധാനം, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള സന്തോഷം 3 സ്വീകരിക്കാമെങ്കിൽ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ട് ഈ ലോകത്തെ ജയിക്കുന്ന ജയം നിങ്ങൾ അനുഭവിച്ചാട്ടെ. നിങ്ങളുടെ മുഖം, നിങ്ങളുടെ ആരാധന, നിങ്ങൾ ദൈവത്തോടുള്ള അടുപ്പം എല്ലാം കണ്ടാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണെന്ന് ലോകത്തിന് മനസ്സിലാകും. കാരണം ലോകം തരാത്തൊരു സമാധാനം, ലോകം തരാത്തൊരു സന്തോഷം നിങ്ങളുടെ മേളിൽ വ്യാപരിക്കുന്നുണ്ട്. അങ്ങനെ എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഈ ലോകത്തിൽ അനുഭവിക്കുന്ന കടബാധ്യത, ഈ ലോകത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ, ഈ ലോകത്തിൽ അനുഭവിക്കുന്ന രോഗങ്ങളെ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. വീണ്ടും ജനിച്ച ദൈവവൈതൽ നിശ്ചയമായും അതിന് ജയിച്ചിരിക്കും. വിശ്വാസത്തോടുകൂടെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തിന് ശേഷം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. കടന്നു വന്നാട്ടെ. എൻ്റെ മോൻ്റെ ഒരു സാക്ഷിയാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ മോന് ഇപ്പോൾ 1.5 വർഷമായിട്ട് ദുബായിൽ ജോലി ചെയ്യണു. അവന് ആ കോവിഡ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടുത്തെ പ്രാർത്ഥനയാലാണ് ദൈവം അവനൊരു ജോലി കൊടുത്തത്. അവന് വിസിറ്റിംഗ് വിസ എടുത്തിട്ട് അവൻ പോകാനായിട്ട് റെഡി ആയിരിക്കുന്ന സമയത്ത് ഒരു ജോലിക്കാർ അവന് ദുബായിൽ എൻ്റെ ആങ്ങളയുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞൊരു ജോലി സാധ്യത ഇപ്പോൾ വന്നിട്ടുണ്ട്, പെട്ടെന്ന് കയറി വരികയാണെങ്കിൽ അവനൊരു ജോലി കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിസിറ്റിംഗ് വിസ 3 മാസത്തേക്ക് എടുത്തു. എന്നിട്ട് പോകാനായിട്ട് ഒരുങ്ങിയിരുന്നപ്പോൾ തന്നെ പെട്ടെന്ന് അവന് കോവിഡൊക്കെ വന്ന് വലിയ പ്രതിസന്ധിയിലായി. പിന്നെ അവിടെ താമസിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ടെൻഷനിൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ബൈബിൾ തുറന്നു വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ചെവിയിലൊരു ദൈവത്തിൻ്റെ ദൂതൻ്റെ ശബ്ദം ഞാൻ കേട്ടു. ദൈവമാണ് അവനെ അങ്ങോട്ട് അയക്കുന്നതെങ്കിൽ അവനുള്ള ജോലിയും ദൈവം ഒരുക്കി ഇരിക്കുന്നുണ്ട് എന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. അതിനുശേഷം അവൻ്റെ കോവിഡിൻ്റെ ടെസ്റ്റ് എല്ലാം നെഗറ്റീവായിരിക്കുന്ന സർട്ടിഫിക്കറ്റ് അവൻ്റെ കയ്യിലിരിക്കുന്ന ദൈവം എനിക്ക് കാണിച്ചു തന്നു. അങ്ങനെ കിട്ടിയ ജോലിയാണ്. അവനിപ്പോൾ 1.5 വർഷമായിട്ട് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 3 മാസമായിട്ട് അവിടെ ഉണ്ടായിരുന്ന മലയാളി മാനേജർ, അവനെ വലിയ കാര്യമായിരുന്നു മാനേജർക്ക്. ആ മാനേജർ റിസൈൻ ചെയ്ത് പോയി. പിന്നെ പുതിയതായിട്ടൊരു ഈജിപ്ഷ്യൻ മാനേജർ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ അയാൾ ഒരു പ്രത്യേക വേർതിരിവൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഈജിപ്ഷ്യൻ സ്റ്റാഫിനോട് പ്രത്യേകതയും അതല്ലാത്ത ആളുകളോട് വേർതിരിവും കാണിച്ചു. അതുമാത്രമല്ല, കുട്ടികളെ വല്ലാതെ കഷ്ടപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഇവൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ദൂരേക്ക് ഇവനെ ജോലിക്ക് അയക്കി. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറ്റി ചേഞ്ച് ചെയ്ത് വല്ലാതെ കഷ്ടപ്പെടുത്തും. ഒരുപാട് ട്രാവൽ ചെയ്ത് ഇവർക്ക് കിട്ടുന്ന സാലറിയൊക്കെ ആ വഴിക്ക് ചിലവായി പോകും. പിന്നെ ഇവർക്ക് വീട്ടിൽ താമസിക്കുന്നിടത്ത് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഒന്നിനും ടൈം കിട്ടണ്ടായിരുന്നില്ല. അവർക്ക് രാത്രി നൈറ്റ് കഴിഞ്ഞൊന്ന് ഡേ ഷിഫ്റ്റ് ഇടുക, അങ്ങനെ ഓവർ ടൈം ഡ്യൂട്ടി ചെയ്യിക്കുക, അങ്ങനെ വല്ലാതെ കഷ്ടപ്പെട്ടു. അപ്പോൾ ഇവൻ എന്നെ വിളിച്ചു പറഞ്ഞു, മമ്മി ഞാൻ ഇവിടെ റിസൈൻ ചെയ്ത് പോരുകയാണ്, എനിക്ക് അവിടെ നിൽക്കാൻ പറ്റണില്ല, 3-4 സ്റ്റാഫെല്ലാം റിസൈൻ ചെയ്ത് പോയി, എനിക്ക് ഒട്ടും പറ്റണില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കാൻ മോനെ. സൂമിൽ ഞാൻ പ്രാർത്ഥനാ വിഷയം പറഞ്ഞു, മമ്മി പാസ്റ്ററോട് പ്രാർത്ഥനാ വിഷയം പറയാം, ഭയപ്പെടണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവനെ പിടിച്ചു നിർത്തിയ പോലെ നിർത്തിയേക്കായിരുന്നു. എല്ലാവരും പോയപ്പോഴും അവന് സങ്കടം, അവൻ്റെ കൂടെയുള്ളവരെല്ലാം റിസൈൻ ചെയ്ത് പോയപ്പോൾ അവന് ഒറ്റപ്പെട്ട പോലെയും. അപ്പോൾ 2 ആഴ്ച മുമ്പ് പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു, മമ്മി പ്രാർത്ഥന കേട്ടു തുടങ്ങിയിട്ടുണ്ട്, മാനേജർ റിസൈൻ ചെയ്തെന്നൊരു വാർത്ത കേൾക്കുന്നുണ്ട്, അത് കൺഫേം ആയിട്ടില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിപ്പോൾ 2-3 ദിവസം മുമ്പ് വീണ്ടും വിളിച്ച് മമ്മി പാസ്റ്ററോട് പോയി സാക്ഷ്യം പറഞ്ഞു, മാനേജർ റിസൈൻ ചെയ്തു എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, അബുദാബിയിൽ നിന്ന് ഒരു ഏരിയ മാനേജർ വന്നപ്പോൾ വന്ന വഴി ആൽഫിൻ ആരാന്നാണ് ചോദിച്ചത്. എൻ്റെ മോൻ്റെ പേരാണ് ആൽഫിൻ. അവനന്വേഷിച്ചപ്പോൾ അവൻ ഓടി നടന്ന് ജോലി ചെയ്യാം, സ്റ്റാഫ് തീരെയില്ല, എല്ലാവരും പോയി. അപ്പോൾ സ്റ്റാഫില്ലാണ്ട് ഇവന് ഓടി നടന്ന് വർക്ക് ചെയ്യാം. അപ്പോൾ അവനെ വിളിച്ചിട്ട് ചോദിച്ചു എവിടെയാണ് ജോലി ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ജോലി ചെയ്യുന്ന അക്കൗണ്ടിങ് സെക്ഷനിലാണ്, പക്ഷേ ഇപ്പോൾ ബാറിൻ്റെ കൗണ്ടറിലും പിന്നെ സർവീസ് സെക്ഷനിലും ഒക്കെ എനിക്ക് നിൽക്കേണ്ട അവസ്ഥ
പ്രതീക്ഷയാണ്, സ്റ്റാഫ് കുറവായിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവനോട് മാത്രം അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞു. പഴയ മാനേജർ ചെയ്ത പ്രവൃത്തികളെല്ലാം ഇവനോട് ചോദിച്ചു. ഇവനെല്ലാം സത്യസന്ധമായിട്ട് പറഞ്ഞു. അപ്പോൾ ആ മാനേജർക്ക്, അബുദാബിയിൽ നിന്ന് ഏരിയ മാനേജർക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി. ഇവനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇവൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു, ഇവിടെ വന്നിട്ട് എത്ര നാളായി എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, നിൻ്റെ ഭാവിയെക്കുറിച്ച് എന്താ നിൻ്റെ പ്ലാൻ എന്ന് വെച്ചപ്പോൾ പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, സാലറിയും കുറവാണ് എന്ന് പറയും. അപ്പോൾ അവനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് എന്തെങ്കിലും എന്നെക്കൊണ്ട് ആവുന്നത് ഒരു പ്രൊമോഷൻ പോലെ നിനക്ക് ചെയ്ത് ഞാൻ തരാം. നിൻ്റെ കാര്യങ്ങളെല്ലാം ഒരു രണ്ടാഴ്ച വരെ അവനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ ആ മാനേജർ പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഇത്ര പെട്ടെന്ന് ദൈവം ഒരു അത്ഭുതം ചെയ്യുമെന്ന് വിചാരിച്ചില്ല എന്ന് എൻ്റെ മോനെന്നോട് പറഞ്ഞു. മാനേജറെ മാറ്റം മാത്രമല്ല, അവനൊരു പ്രൊമോഷനുള്ള സാധ്യതകൾ ദൈവം ഒരുക്കി കൊടുത്തു. അങ്ങനെ ദൈവം വലിയൊരു അത്ഭുതം അവൻ്റെ ജീവിതത്തിൽ ചെയ്തു. അതുമാത്രമല്ല, എനിക്കും ധാരാളമായിട്ട് അനുഗ്രഹങ്ങൾ ദൈവം ഞങ്ങളുടെ കുടുംബത്തിൽ ചെയ്തുകൊണ്ടിരിക്കണം. ആത്മീയമായും മുന്നേറാൻ ശ്രമിക്കുമ്പോഴൊക്കെയും ഭയങ്കര തടസ്സങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആ തടസ്സത്തിൻ്റെ മധ്യത്തിലെല്ലാം കർത്താവ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നു. കഴിഞ്ഞ ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്, സമയക്കുറവുകൊണ്ട് അധികം പറയാനുള്ള. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാനിവിടെ നിന്ന് എനിക്ക് മുഖത്ത് നിറയ്ക്ക് പെട്ടെന്നൊരു അലർജി പോലെ വന്ന് മുഖം നിറഞ്ഞ് കുരുക്കളുണ്ടായി. അപ്പോൾ ഞാനൊരു സ്കിന്നിൻ്റെ ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടറെ അടുത്ത് ഒരു ഓയിൽമെൻ്റ് ഒന്ന് തന്നപ്പോൾ എൻ്റെ മുഖത്ത് ഇരട്ടിയായിട്ട് കുരുക്കളായി. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ഇവിടെ വന്ന് പാസ്റ്ററോട് പറഞ്ഞു, എൻ്റെ മുഖത്ത് മുഴുവൻ കുരുവാണ്, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ മോള് പറഞ്ഞു, മുഖക്കുരുവിൻ്റെ കാര്യം കൂടെയാണ് അവിടെ ഒന്ന് പറയണേന്ന് പറഞ്ഞു. അന്ന് തന്നെ എൻ്റെ മുഖത്ത് കുരുക്കൾ ചുങ്ങാൻ തുടങ്ങി. പിന്നെ പുതിയ കുരുക്കളൊന്നും എൻ്റെ മുഖത്ത് വന്നില്ല. കുരുക്കളെല്ലാം മാറി. ഇപ്പോൾ മുഖം പഴയ അവസ്ഥയിലേക്ക്, അത് വെള്ളി ശനി ഞായർ 3-ാം ദിവസമേ ആവുന്നുള്ളൂ. ഒരുപാട് വ്യത്യാസം എൻ്റെ മുഖത്ത് ദൈവം തന്നു. ഇതുപോലെ ഒരുപാട് സാക്ഷികൾ എനിക്ക് പറയാനുണ്ട്. ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. പ്രിയരെ, വചനവും സാക്ഷ്യവും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് എത്ര പേർ ഈ സമയത്ത് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും? നിങ്ങൾ വിശ്വാസത്തിൽ പറയാമെങ്കിൽ ദൈവം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചിലത് ചെയ്യാൻ പോവുകയാണ്. ഒരുവൻ രക്ഷിക്കപ്പെടുന്നത് വിശ്വാസത്താൽ വാഗൊണ്ട് ഏറ്റുപറയുമ്പോഴാണ്. അറിയുക, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാഗൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ രക്ഷിക്കപ്പെടും. അറിയുക, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ സ്വീകരിക്കണമെങ്കിൽ പോലും ബൈബിളിൻ്റെ വ്യവസ്ഥയിൽ അവൻ വാഗൊണ്ട് ഏറ്റുപറയേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാമെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ അന്തരീക്ഷം മാറാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഏലിയാവ് ആകാശത്ത് നിന്ന് തീയിറക്കുന്നതും ഹല്ലേലൂയ ആകാശമണ്ഡലത്തെ തുറന്ന് മഴ പെയ്യ്ക്കുന്നതിനും അവൻ ആധരം തുറന്ന് പറഞ്ഞു, എൻ്റെ ദൈവം ഇന്നൊരത്ഭുതം ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ നിങ്ങളുടെ അധരങ്ങൾ എൻ്റെ കൂടെ തുറക്കണമേ. ഒരസാധാരണ വിടുതലിന് വേണ്ടി നിങ്ങൾ ഒരുമിക്കണം. ആ രോഗമുള്ള ഭാഗത്തേക്ക് കൈവച്ചിട്ട് പറയണം, ഇപ്പോൾ അവൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വരും. വിശ്വാസത്തിൽ കണ്ണുകൾ അടച്ചാട്ടെ, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ്റെ ഒരു അത്ഭുതകരം വെളിപ്പെടട്ടെ, തമ്പുരാൻ്റെ അത്ഭുതകരം വെളിപ്പെടട്ടെ. യേശുവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ട് വരട്ടെ, ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ട് വരട്ടെ. ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റ് മുതൽ ദൈവത്തിൻ്റെ വലിയ കരം ചലിക്കാൻ തുടങ്ങട്ടെ. കർത്താവെ, ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ദൈവം ഇവർക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യേണ്ടതിനായിട്ട്. കർത്താവെ, നാളുകളായിട്ട് രോഗികളായി, രോഗത്താൽ ഭാരപ്പെടുന്നവർ, ജോലി നഷ്ടപ്പെട്ടു പോയവർ, ഇനി വഴി തുറക്കത്തില്ലെന്ന് പറഞ്ഞ് കുടുംബ തകർച്ചയിൽ നിൽക്കുന്നവർ, അല്ലെങ്കിൽ എല്ലാം തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തിന് വേണ്ടി ചിന്തിക്കുന്നവർ, അവർക്ക് വേണ്ടി ഇപ്പോൾ ദൈവം ഒരു അവസരം നൽകുന്നതിനായിട്ട് കർത്താവെ, ഇവരുടെ വിശ്വാസത്തിൽ ഇവർ ഡിക്ലെയർ ചെയ്യുകയാണ്, ഞങ്ങളുടെ അവസ്ഥകൾ മാറും, ഞങ്ങളുടെ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും, ഞങ്ങളുടെ ദൈവം വാതിലുകൾ തുറക്കും, അടഞ്ഞ വാതിലുകൾ തുറക്കുന്ന ദൈവശക്തി ഇപ്പോൾ ഞങ്ങളുടെ നടുവിൽ വെളിപ്പെട്ട് വരട്ടെ. വിശ്വസിക്കുന്നവന് വേണ്ടി വ്യാപരിക്കുന്ന അളവറ്റ ശക്തി കർത്താവെ, സലീം എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. സലീമിന് വേണ്ടി ഒരു അത്ഭുതം എൻ്റെ കർത്താവ് ചെയ്യുകയാണ്. കർത്താവെ, നിഖിൽ എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. നിഖിലിന് വേണ്ടി ഒരു വാതിൽ ദൈവം തുറക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റ് മുതൽ അസാധാരണ ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ട് വരട്ടെ, വലിയ സാക്ഷ്യങ്ങൾ തുറന്നു വരട്ടെ. കർത്താവെ, അങ്ങയുടെ കരം ചലിക്കുന്നല്ലോപ്പാ, അങ്ങയുടെ മാറ്റമില്ലാത്ത സാന്നിധ്യം വെളിപ്പെട്ട് വരുന്നല്ലോപ്പാ. ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റ് മുതൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ എഴുന്നേറ്റ് വരികയാണ്. ഹല്ലേലൂയ. ചില അറിയാം മാറത്തിൽ എന്ന് പറയുന്ന മലകൾ ഇവരുടെ മുമ്പിൽ മാറുന്നതിനായിട്ട് കർത്താവെ, ഇവരുടെ കുടുംബ പ്രശ്നങ്ങൾ ഇപ്പോൾ തീരാൻ പോവുകയാണ്. മദ്യപാനത്തിൻ്റെയും വലിയ പ്രശ്നങ്ങളിൽ നടുവിൽ നിൽക്കുന്ന ചില സഹോദരിമാർ ആ കണ്ണുനീരിൻ്റെ അനുഭവത്തിൽ ഇന്ന് എൻ്റെ ദൈവം ഒരു അത്ഭുതം ചെയ്യുമെന്ന് പറയുകയാണ്. ദൈവത്തിൻ്റെ ദൂതന്മാർ ചലിക്കട്ടെ, ദൈവശബ്ദത്തിനകത്ത് വലിയ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവെ, വിശ്വാസത്തിൽ ഇവരുടെ സൗഖ്യത്തെ ഇവർ ഡിക്ലെയർ ചെയ്യട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പാ, അങ്ങയുടെ മഹത്വം അങ്ങ് വെളിപ്പെടുത്തണമേ അപ്പാ. കർത്താവിൻ്റെ കരം വെളിപ്പെടട്ടെ. കർത്താവെ, അങ്ങ് പ്രവർത്തിക്കുന്നതിനായി നന്ദി, അങ്ങയുടെ കരം ചലിക്കുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവെ, ചിലത് ഉളവായി വരുന്നല്ലോപ്പാ. അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായിട്ട് ക്യാൻസർ രോഗികൾ സൗഖ്യമാകുകയാണ്, അലർജി രോഗങ്ങൾ വിട്ടുമാറുന്നു, കുടുംബ പ്രശ്നങ്ങൾ മാറുകയാണ്. കർത്താവിൻ്റെ കരം ഇവർക്ക് വേണ്ടി വെളിപ്പെടുന്നതിനായിട്ട് നന്ദി. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. ഈ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവപ്രവൃത്തി
പ്രവർത്തികൾ ഹല്ലേലൂയ വെളിപ്പെട്ട് വരുന്നതിനായി സ്തോത്രം. കർത്താവേ, ഇവരെ അങ്ങയുടെ കരത്തിലോട്ട് ഞാൻ ഏൽപ്പിക്കുന്നു. വലിയ കാര്യങ്ങൾ, വലിയ പ്രവർത്തികൾ എൻ്റെ ദൈവം ചെയ്തു കഴിഞ്ഞു, എൻ്റെ ദൈവം ചെയ്തു കഴിഞ്ഞു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ഇപ്പോൾ തന്നെ അർഹതയില്ലാത്ത ചിലത് അങ്ങയുടെ മക്കളുടെ കയ്യിലോട്ട് ഏൽപ്പിക്കുകയാണ്. ഞാൻ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലവർക്ക് വിസ വരുന്നത് എനിക്ക് കാണാം, ചിലവരുടെ സൗഖ്യം നടക്കുന്നത് കാണാം. അറിയാം, തലമുറയുടെ വിവാഹം നടക്കാത്ത ചിലവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ നടക്കുന്നത് എനിക്ക് കാണാം. കർത്താവേ, ഞാൻ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നു. മായ എന്നൊരു പേര് കാണിക്കുന്നു. മായയ്ക്ക് വേണ്ടി ഒരു അത്ഭുത വഴി ദൈവം തുറക്കുകയാണ്. കർത്താവേ, അതേപോലെ തന്നെ പീറ്ററിന് വേണ്ടി ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരുന്നു. ഹല്ലേലൂയ. ഞാൻ സനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സനു, നിൻ്റെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ പ്രവീണിന് വേണ്ടി ഒരു അത്ഭുതം എൻ്റെ കർത്താവ് ചെയ്യണമേ. പ്രവീണിൻ്റെ ജീവിതത്തിനകത്ത് ഇതുവരെയും തുറക്കാത്തൊരു വാതിൽ തുറക്കുന്നു. കർത്താവേ, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നു. വിനോദിന് വേണ്ടി ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരികയാണ്. ഹല്ലേലൂയ. സിന്ധു, നിൻ്റെ ജീവിതത്തിനകത്ത് തുറക്കാത്ത വാതിലുകൾ തുറക്കാൻ പോകുന്നു. മുട്ടിക്കോ. വിശ്വാസത്തിൻ്റെ ഡിക്ലറേഷൻ അത്ഭുതങ്ങളെ കൊണ്ടുവരട്ടെ. കർത്താവേ, ഓരോ മക്കളെ സമർപ്പിക്കുന്നു. ദൈവപ്രവൃത്തിക്കായി നന്ദി. ആമേൻ. ആമേൻ. പ്രിയരെ, വചനവും പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി വിശ്വസിക്കുകയാണ്. വേഗത്തിൽ തന്നെ ഈ നമ്പറുകളിൽ വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും നിങ്ങളുടെ സാക്ഷ്യങ്ങളും അറിയിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ ഈ മിനിസ്ട്രിയെ കൈത്താങ്ങാൻ കഴിയുന്ന എല്ലാവരും നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോഴും ഒരുമിച്ച് സഹായത്തിന് വേണ്ടി കരം നീട്ടുമ്പോഴൊക്കെയാണ് ഈ മിനിസ്ട്രി അടുത്ത നിലയിലേക്ക് പോകുന്നത്. നിങ്ങൾ ഒരു എപ്പിസോഡിന് വേണ്ടി സഹായിക്കണം. അതേപോലെ തന്നെ പാവങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും നമ്മൾ ഫുഡുകൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ആ മിനിസ്ട്രിക്ക് വേണ്ടി ഒന്ന് സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ആരാധനയ്ക്ക് ഇതുവരെയും കടന്നു വരാത്തവരുണ്ടെങ്കിൽ കൊല്ലത്തോ, തിരുവനന്തപുരത്തോ, എറണാകുളത്തോ, ഹല്ലേലൂയ, തൃശ്ശൂരൊക്കെ കടന്നു വരാൻ പറ്റുന്നുണ്ടെങ്കിൽ പത്തനംതിട്ടയുള്ളവർ കോൺടാക്ട് ചെയ്യണമേ. ദൈവത്തിൻ്റെ വലിയ ദൈവപ്രവൃത്തികൾ നിങ്ങൾ കാണേണ്ടതിനായിട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. കർത്താവ് നിശ്ചയമായി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്താട്ടെ. അതേപോലെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കും. ഏത് പട്ടണത്തിലാണെങ്കിലും നേരിട്ട് കടന്നു വന്ന് കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ പറ്റും. വലിയ അത്ഭുതങ്ങൾ, ആയിരങ്ങൾ അതിനകത്ത് വിടുതൽ പ്രാപിച്ചിട്ടുണ്ട്. എങ്കിൽ കർത്താവിൻ്റെ വലിയ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. കർത്താവ് നിങ്ങളെ മാനിക്കട്ടെ. ഹല്ലേലൂയ. എങ്കിൽ അടുത്ത ദിവസം കാണുമ്പോൾ ഈ സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.